അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൃഗങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ നായയെ സ്വപ്നം കണ്ടാൽ, പാമ്പിനെ സ്വപ്നം കണ്ടാൽ, അതുപോലെ തന്നെ കിളികളെ സ്വപ്നം കണ്ടാൽ, അതുപോലെ തന്നെ കഴുതയെ സ്വപ്നം കണ്ടാൽ, പന്നിയെ സ്വപ്നം കണ്ടാൽ, പന്നിപ്പാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, അതിനൊക്കെ നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുതിരയെ സ്വപ്നം കണ്ടാൽ, ഒട്ടകത്തെ സ്വപ്നം കണ്ടാൽ, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, അതിനൊക്കെ നമ്മൾ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കുതിര സവാരി, കുതിരയിൽ കയറിയിട്ട് അങ്ങനെ യാത്ര ചെയ്യുന്നത് അങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണാം. നല്ല രസമാണ് അല്ലേ. കുതിര എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ പണ്ടൊക്കെ കുറവായിരുന്നു. നാട്ടിൽ കുതിര ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്നുണ്ട് കുതിരകളൊക്കെ അല്ലേ. വല്ല ബീച്ചിൽ പോയാലും അല്ലാതെ മറ്റുള്ളവർ വളർത്തുന്നതായിട്ടും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ കുതിര സവാരി നടത്തുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കണ്ട്